നമസ്കാരം. നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിയെ ചോദ്യം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു രംഗത്ത്. ഭരണഘടനയിൽ ഇത്തരമൊരു വ്യവസ്ഥ ഇല്ലാതിരിക്കെ പരമോന്നത കോടതിക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊരു വിധി പുറപ്പെടുവിക്കാൻ കഴിയുക എന്നാണ് രാഷ്ട്രപതി ചോദിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് 14 വിഷയങ്ങളിലാണ് വ്യക്തത തേടി രാഷ്ട്രപതി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ 143 വകുപ്പ് പ്രകാരമാണ് സുപ്രീം കോടതിയോട് രാഷ്ട്രപതി ചോദ്യം ഉന്നയിച്ചത്. ഗവർണർക്കും രാഷ്ട്രപതിക്കും ബാധകമായിട്ടുള്ള ഭരണഘടനയുടെ 200, 201 വകുപ്പുകളിൽ ബില്ലുകൾ പരിഗണിക്കുമ്പോൾ സമയപരിധി നിശ്ചയിക്കാത്ത സാഹചര്യത്തിൽ സുപ്രീം കോടതിക്ക് എങ്ങനെയാണിതിൽ ഇത്തരത്തിൽ വിധി പുറപ്പെടുവിക്കാനാവുക എന്നാണ് രാഷ്ട്രപതി ചോദിച്ചിരിക്കുന്നത്. സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഏപ്രിൽ 8-നായിരുന്നു സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. തമിഴ്നാട് ഗവർണർക്കെതിരായ കേസിലായിരുന്നു ഇത്തരത്തിലുള്ള വിധി. ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളും മുർമുവിനെ സന്ദർശിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് വിധിയിൽ വ്യക്തത തേടിയുള്ള രാഷ്ട്രപതിയുടെ ഈ നിർണായക നീക്കം. രാഷ്ട്രപതി ഉന്നയിച്ച 14 ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭരണഘടനയുടെ 200-ാം അനുച്ഛേദ പ്രകാരം ബില്ലുകൾ ലഭിക്കുമ്പോൾ ഗവർണർക്ക് മുന്നിലുള്ള ഭരണഘടനാപരമായ അധികാരങ്ങൾ എന്തൊക്കെയാണ്? ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിൽ മന്ത്രിസഭയുടെ സഹായവും ഉപദേശവും അനുസരിച്ച് പ്രവർത്തിക്കാൻ ഗവർണർമാർ ബാധ്യസ്ഥരാണോ? ഭരണഘടനയുടെ 200-ാം അനുച്ഛേദ പ്രകാരം ഗവർണർമാർക്കുള്ള വിവേചന അധികാരം വിനിയോഗിക്കുന്നത് ന്യായമല്ലേ? ഭരണഘടനയുടെ 200-ാം അനുച്ഛേദ പ്രകാരം ഗവർണർമാർ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് 361-ാം അനുച്ഛേദ പ്രകാരമുള്ള പരിരക്ഷ ബാധകമല്ലേ? ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഭരണഘടനയിൽ ഗവർണർമാർക്ക് സമയപരിധി നിശ്ചയിക്കാത്ത സാഹചര്യത്തിൽ കോടതിക്ക് സമയപരിധിയിൽ എങ്ങനെ തീരുമാനമെടുക്കാമെന്നുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുമോ? ഭരണഘടനയുടെ 201-ാം അനുച്ഛേദന പ്രകാരം രാഷ്ട്രപതിക്ക് ഭരണഘടനാപരമായ വിവേചന അധികാരമില്ലേ? ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഭരണഘടനയിൽ രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ കോടതിക്ക് അതിൽ സമയപരിധിയും എങ്ങനെ തീരുമാനമെടുക്കണമെന്നുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുമോ? ഭരണഘടനയുടെ 143-ാം അനുച്ഛേദ പ്രകാരം ഗവർണർമാർ അയക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടേണ്ടതുണ്ടോ? ബില്ലുകൾ തീരുമാനമാകുന്നതിന് മുമ്പ് അതിലെ ഉള്ളടക്കം ജുഡീഷ്യൽ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കോടതികൾക്ക് അധികാരമുണ്ടോ? ഇനി 142-ാം പ്രകാരം രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും ഭരണഘടനാപരമായ അധികാരങ്ങളും ഉത്തരവുകളും മറികടക്കാൻ സുപ്രീം കോടതിക്ക് കഴിയുമോ? നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഗവർണറുടെ അധികാരമില്ലാതെ അത് നിയമമാക്കാൻ സാധിക്കുമോ? അനുച്ഛേദം 145 പ്രകാരം ഭരണഘടനാ വ്യാഖ്യാനങ്ങളുള്ള വിഷയങ്ങളിൽ സുപ്രീം കോടതിയുടെ ഏതെങ്കിലും ബെഞ്ച് ആദ്യം തീരുമാനമെടുക്കണമെന്ന നിബന്ധനയില്ല. 5 അംഗ ജഡ്ജിമാർ ഉൾപ്പെടുന്ന സുപ്രീം കോടതിയുടെ ഭരണഘടനാപരമായ ബെഞ്ചല്ലേ അത് പരിഗണിക്കേണ്ടത്. മൗലിക അവകാശ ലംഘനം ഉണ്ടാകുമ്പോൾ സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാൻ അധികാരം നൽകുന്ന ഭരണഘടനയുടെ 32-ാം അനുച്ഛേദം ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാനങ്ങൾ നൽകുന്ന റിട്ട് ഹർജി നിലനിൽക്കാൻ സാധ്യതയുണ്ടോ? സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഭരണഘടനയുടെ 131-ാം അനുച്ഛേദ പ്രകാരം സ്യൂട്ട് ഹർജിയല്ലേ നൽകേണ്ടത്? ഇതൊക്കെയാണ് രാഷ്ട്രപതി ഉന്നയിച്ച ചോദ്യങ്ങൾ.